ശബരിമലയെ ദക്ഷിണ ഭാരതത്തിലെ അയോധ്യയാക്കി മാറ്റുന്നതടക്കമുള്ള NDA വികസന രേഖയിലെ പ്രഖ്യാപനങ്ങൾ ജനങ്ങൾ വിശ്വാസത്തിലെടുത്തു കഴിഞ്ഞുവെന്ന് പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണി. ഇടത് വലത് മുന്നണികൾക്കെതിരായ വിധിയെഴുത്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. പ്രചാരണത്തിലും ഇടത് വലത് മുന്നണികളെക്കാൾ ബഹുദൂരം മുന്നിലെത്താൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിലാണ് NDA ക്യാമ്പും. പരസ്യ പ്രചാരണത്തിന്റെ അവസാന ദിവസത്തെ പര്യടന തിരക്കുകൾക്കിടയിൽ സംസാരിക്കുകയായിരുന്നു അനിൽ കെ ആന്റണി. ശബരിമല പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, ഫോക്കസ് പോയിൻ്റാണ്. കാര്യം ഹൈന്ദവ വിശ്വാസികളുടെ ഏറ്റവും വലിയ പവിത്ര ഭൂമിയിലൊന്ന് ശബരിമലയാണ്. അപ്പം കേരളത്തിലെ മലയാളികളുടെ മാത്രമല്ല, പ്രതിവർഷം 50-60 രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ തീർത്ഥാടകർ വരുന്നുണ്ട്. കേരളത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് തീർത്ഥാടകർ വരുന്നുണ്ട്. അപ്പം ഞാൻ എരുമേലി പള്ളിയിൽ പോയ സമയത്ത് അവിടെ ഉള്ളവർ എന്നോട് പറഞ്ഞൊരു കാര്യം, ഇപ്പം കഴിഞ്ഞ വർഷം 10,000-കണക്കിന് അയ്യപ്പ ഭക്തർ അവിടെ വരെ വന്നിട്ട് മാല അയച്ചിട്ട് തിരിച്ചു പോയി. കാര്യം അങ്ങോട്ടുള്ള സൗകര്യങ്ങൾ അത്രയ്ക്ക് മോശമായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഒരു സ്ഥലത്ത് നടക്കുന്നത് വളരെ ദൗർഭാഗ്യകരമാണ്. അപ്പം ഇത്രയും പൊട്ടൻഷ്യലുള്ളൊരു സ്ഥലം, ഇപ്പോൾ അയോധ്യ ആയാലും വാരണാസി ആയാലും സോംനാഥ് ആയാലും തിരുപ്പതിയിലൊക്കെ പോയാൽ പ്രതിവർഷം കോടിക്കണക്കിന് തീർത്ഥാടകർ പോകുന്നു. അതൊക്കെ കാരണം അവിടുത്തെ പവിത്ര ഭൂമിയോടൊപ്പം തന്നെ നല്ല വേൾഡ് ക്ലാസ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറുണ്ട്, നല്ല റോഡുകളുണ്ട്, നല്ല ഇൻഫ്രാസ്ട്രക്ചറുണ്ട്, മെട്രോ സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ, എയർപോർട്ടുകൾ, എല്ലാ തരക്കാർക്കും താമസിക്കാനുള്ള നല്ല താമസ സൗകര്യങ്ങൾ. അതൊക്കെ കാരണം ആൾക്കാർക്ക് അവിടെ വരാനൊക്കെ വളരെ എളുപ്പമാണ്. പക്ഷേ ഇവിടെ ശബരിമലയുടെ ഗതി തന്നെ ഇങ്ങനെയാണ്. പിന്നെ പരിമല പള്ളിയുണ്ട്, മാരമൺ കൺവെൻഷൻ നടക്കുന്നു, ചെറുകോൽപ്പുഴ കൺവെൻഷൻ നടക്കുന്നു, ആറന്മുള വള്ളംകളി നടക്കുന്നു, അതുപോലെ ഈ എരുമേലി ജമാഅത്ത് പള്ളിയുണ്ട്. ഒരു കേരളത്തിന് തന്നെ റിലീജിയസ് കൾച്ചറൽ എപ്പിസെൻ്ററായി മാറാൻ പൊട്ടൻഷ്യലുള്ളൊരു സ്ഥലമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഇവിടുത്തെ കണക്ടിവിറ്റി, ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഇത്ര മോശമായതുകൊണ്ട് ആ പൊട്ടൻഷ്യലിൻ്റെ അടുത്തൊന്നും എത്തുന്നില്ല. അപ്പോൾ ഇതെല്ലാം വെച്ചൊരു സമഗ്ര വികസനം, ഇത് ഈ പത്തനംതിട്ടയെ ഇന്ത്യയുടെ തന്നെ ഒരു റിലീജിയസ് കൾച്ചറൽ സെൻറ്റേഴ്സിലൊന്നായി മാറ്റാനുള്ളൊരു സമഗ്ര വികസനത്തിനുള്ളൊരു പദ്ധതി, അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്.